അല്ല, ആ സർജറി ഹാളിനകത്ത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഫ്ലോർ നേഴ്സ് ഇല്ലാത്തതിന്റെ പ്രശ്നം ആരാണ് പരിഹരിക്കേണ്ടത്? അവിടുത്തെ ഡോക്ടർമാരാണോ? പ്രശ്നം പരിഹരിക്കേണ്ടത് എങ്ങനെയാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഫ്ലോർ നേഴ്സ് അവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നം ആരാണ് പരിഹരിക്കേണ്ടത്? അരുൺകുമാർ ഒന്ന് പറഞ്ഞതാ. അവിടെയല്ലേ? അതാണല്ലോ നിങ്ങൾ ഈ പറയുന്ന ഫ്ലോർ നേഴ്സ് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ സമരം നിർത്താം, വീണ ജോർജിന് വേണ്ടി സ്തുതി പാടാം. പക്ഷെ അവിടെ ഫ്ലോർ നേഴ്സ് ഉണ്ടായിരുന്നില്ലല്ലോ, ഇല്ലല്ലേ? ഈ ഹർഷീൻ്റെ അടുത്തും ഉണ്ടായിരുന്നില്ലല്ലോ, മറ്റു നടക്കുന്ന വിഷയങ്ങൾ നടക്കുന്നിടത്ത് ഇല്ലായല്ലോ. നിങ്ങൾ പറയുന്നല്ലോ 10,000-ലേറെ തസ്തികൾ ഉണ്ടാക്കിയെന്ന്. ആ 10,000-ലേറെ തസ്തികൾ ഉണ്ടാക്കിയതിൽ ഈ പറയുന്ന 1160 തസ്തിക ഇപ്പോഴും വേക്കൻ്റ് ആയിട്ട് കിടക്കുകയല്ലേ? നിങ്ങൾ 10,000-ലേറെ തസ്തിക ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ സ്റ്റാഫ് പാറ്റേൺ നിങ്ങൾ മാറ്റിയോ? ഇപ്പോഴും PHCകളിൽ 2 PHC ഡോക്ടർമാർ മാത്രമാണെന്നുള്ളത് നിഷേധിക്കാൻ അരുൺകുമാറിന് പറ്റുമോ? അപ്പൊ ഇത് നിങ്ങൾ പറയുന്നത് മുഴുവൻ അനാവശ്യമായ കണക്കുകളാണ്. നിങ്ങൾ ഏതോ കാലക്രമത്തിൽ ഉണ്ടാകേണ്ട മാറ്റത്തിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തെറ്റുകളെ, നിങ്ങളുടെ വീഴ്ചകളെ ന്യായീകരിക്കുക. അരുൺകുമാർ ഒറ്റ വാക്കിന് ഇടപെടുന്നുണ്ടല്ലോ, ഒറ്റ മറുപടി പറ. ഈ പറയുന്ന സർജറി നടന്ന ദിവസം അവിടെ ഫ്ലോർ നേഴ്സ് ഉണ്ടായിരുന്നോ? അരുൺകുമാർ പറ. അത് അന്വേഷണ സംഘം കണ്ടെത്തട്ടെ. അതിനാണല്ലോ അന്വേഷണം വച്ചിരിക്കുന്നത്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചാനൽ ചർച്ചയിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റുമോ? അവിടെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർമാരും അവിടുത്തെ രജിസ്റ്ററും ഒക്കെ പരിശോധിച്ചിട്ട് അന്വേഷണ സംഘം കണ്ടെത്തട്ടെ. എനിക്കുള്ള സോഴ്സ് ഇല്ല. അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അവിടെ ആ നഴ്സിനെ ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ ആ മതിയായ ജീവനക്കാരെ പ്രശ്നമല്ല. ഇതേതോ ഡോക്ടറുടെ പ്രശ്നമാണ്. നിങ്ങൾ ഡോക്ടറെ ശിക്ഷിക്കൂ, നിങ്ങൾ ഡോക്ടറെ ശിക്ഷിക്കണം. പക്ഷേ മതിയായ ജീവനക്കാരില്ലാത്തതിന്റെ പ്രശ്നം ആരേറ്റെടുക്കും? ആ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അരുൺകുമാർ ആരോഗ്യ സെക്രട്ടറിക്ക് തിരുവനന്തപുരത്തെ ക്ലബിൽ ഭരണ തുടർച്ച എന്നൊരു ലക്ഷ്യം വെച്ചാണ് കാര്യങ്ങൾ ഇവിടെ ആക്ഷേപിക്കുന്നതും, അല്ലെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകുന്നത് ലക്ഷ്യം വെച്ചാണ് ആക്ഷേപവും. തുടർച്ച ഉണ്ടാകണം എന്നത് വെച്ചാണ് മറുപടി എന്നുള്ള നിലയ്ക്ക് തോന്നുന്നു. എനിക്ക് തൊണ്ട വയ്യ. ശരി, രാജു പി നായർ, ഒരൊറ്റ കാര്യം, ഞാനിപ്പോ ഈ മൂന്നാം LDF സർക്കാർ പരിഹരിക്കും എന്ന് അരുൺകുമാർ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസർ ജില്ലയിലെ എല്ലാ അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലറിന്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പൊതുജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന OP, കാഷ്വാലിറ്റി, എമർജൻസി കെയർ, ഡയഗ്നോസ്റ്റിക് പോയിന്റുകൾ, ഒപ്പം ഫാർമസി, മോർച്ചറി എന്നിവിടങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാൻ പ്രത്യേക മേൽനോട്ടം വേണമെന്ന് അറിയിച്ചിട്ടുള്ളതിനാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും ഉണ്ടായാൽ നാട് നന്നാവും. തെരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളതേ ഉള്ളോ അരുൺകുമാർ? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് കിട്ടുമ്പോഴും 45% വോട്ടാണ് ഉള്ളത്. അപ്പോ 56% അപ്പുറത്താണ്. ചില ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണം തുടർച്ചയുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് 10,200 പുതിയ നിയമനം നടത്താൻ കഴിഞ്ഞെങ്കിൽ, ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്താൻ കഴിഞ്ഞെങ്കിൽ, PSC റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും നിയമിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിന് തുടർച്ച വേണം. ആ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കുമാണ് തുടർച്ച. ആ തുടർച്ചയ്ക്ക് ഈ ഗവൺമെന്റ് തുടരണം. അതുകൊണ്ടാണല്ലോ ഒന്നാം പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾക്ക് വലിയ തുടർച്ച രണ്ടാം ഭരണകാലത്തുണ്ടായത്. 5 ലക്ഷം പേർക്ക് തുടർച്ചയുണ്ടായി. ഇവർ ആരോപണം നേടി ഗുണപ്രചരണവും വ്യാജവാർത്തകളും വയറ്റിൽ തുന്നിവെച്ച കത്രിക രണ്ടാം പിണറായി സർക്കാർ കാലത്ത് സ്കാനിംഗിൽ കണ്ടെത്തിയതാണോ തുടർച്ച? അതാണോ തുടർച്ച? അല്ലല്ല, ഒറ്റ മിനിറ്റ്. അല്ല, പുതുയുഗ യാത്ര നടത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ പുതുയുഗ യാത്രയുടെ ഭാഗമായി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യുമെന്ന് ഒരു കാര്യം VD സതീശനോ രമേശ് ചെന്നിത്തലയോ പറഞ്ഞത് ആങ്കർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? എന്റെ ചർച്ച ഇപ്പൊ അതല്ലല്ലോ. ഞാൻ ആരോഗ്യ കേരളത്തെ കുറിച്ചാണ് ചോദിച്ചത്. നമുക്ക് പഠനപത്രിക ചർച്ച ചെയ്യാം. അത് നമുക്ക് വേറൊരു ദിവസം പ്രകടനപത്രികയും ഈ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനവും ഇതുവരെ വാഗ്ദാനം നൽകിയ ചെയ്തതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ശരി, ഏതായാലും ആരോഗ്യരംഗത്തെ കാര്യത്തിൽ നിങ്ങൾ ഭരണപക്ഷ കക്ഷികൾക്കിടയിലുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. അതിപ്പോ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലുണ്ടായ, സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലുണ്ടായ വീഴ്ചകളുടെ ഭാഗമായി വിനോദിനി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് കൈ നഷ്ടപ്പെട്ട സംഭവത്തിൽ കൃത്രിമ കൈ പ്രതിപക്ഷ നേതാവാണ് വെച്ചു കൊടുത്തത്. ആരോഗ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു ആക്ഷേപം അവിടെ ഉണ്ട്.
അപ്പോ അക്കാര്യത്തിൽ എന്ത് ചെയ്തില്ല എന്നുള്ളത് കൃത്യമായി വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ചില അനധികൃത ഇടപെടൽ നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഗോൾ അടിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ പറയാം. ആരോഗ്യ മേഖലയിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണയില്ലെങ്കിലും കൃത്യമായി ഭരണപക്ഷം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറവുകളുണ്ടോ? പരിഹരിക്കും. കുറവുകളുണ്ടോ? ഒരു കുഞ്ഞിനെ കൃത്രിമമായി വെച്ച് സഹായിച്ചു കൊടുത്തതാണോ അനധികൃത പണി? അനധികൃത പണി അരുൺകുമാർ യഥാർത്ഥ വസ്തുതകൾ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് ഡോക്ടർ മോഹൻദാസ് നായർ കൈയുയർത്തുന്നത് കണ്ടിരുന്നു. ഡോക്ടർ അവസാനമായി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശരി ഡോക്ടർ സംസാരിക്കാം. ആരോഗ്യ മേഖലയിൽ അടക്കം പറയുന്ന നുണകൾ, ആ നുണകൾ എല്ലാ മേഖലയിലും, ആ നുണകൾ മാത്രം ഇപ്പൊ ചർച്ച നടത്തുന്നത്.